ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ മറന്നു പോകുന്ന ആളുകളാണ്. എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ആളുകളാണ്, ഒന്നും ഓർമ്മയില്ല. അങ്ങനെ മലയാളിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ പച്ച പൊള്ള് പറയുന്ന ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ടി സിദ്ദീഖ്, കൽപ്പറ്റയുടെ MLA. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഇന്ന് കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മേപ്പാടിയിലെ മഹാദുരന്തത്തിൻ്റെ ഇരകൾക്ക് കേരള ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്ന ടൗൺഷിപ്പ്, അത് 10-400 വീടുകൾ, അതിനോടനുബന്ധമായിട്ട് ഒരു ടൗൺഷിപ്പിന് വേണ്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ടാക്കി നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന അവിടേക്ക് ഇന്ന് ടി സിദ്ദീഖ് കുറച്ച് കോൺഗ്രസ്സുകാരെയും കൂട്ടി വന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ ഒരു വീടിൻ്റെ വരാന്തയിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ വലിയ പടായി പറയണം. 2 ദിവസം മുമ്പ് ഈ മഹാൻ പറഞ്ഞെന്താണ്, ഈ ടൗൺഷിപ്പിൽ ഉണ്ടാക്കുന്ന വീടുണ്ടല്ലോ, ഇത് കമ്മ്യൂണിസ്റ്റുകാരുടേതല്ല, ഇത് ഗവൺമെൻറ്റിൻ്റേതാണ്. ശരിയാണ്, ഗവൺമെൻറ്റിൻ്റേതാണ് ഉണ്ടാക്കുന്നത്. ആ ഗവൺമെൻറ് മേപ്പാടിയിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിച്ചിരുന്നു. സിദ്ദീഖെ, അറിയോ എന്താ നിന്റെ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രസിഡന്റും VD സതീശനും ഒക്കെ പറഞ്ഞത്? നീ അടക്കമുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞെന്താണ്, ഒറ്റ പൈസ കൊടുത്തു പോയിട്ട് അതിലേക്ക്, ഒറ്റ പൈസ അതിലേക്ക് കൊടുക്കരുത്. കോൺഗ്രസ്സുകാരൊക്കെ, കോൺഗ്രസിൻ്റെ ഒരു ആപ്പുണ്ട്, ആ ആപ്പിലേക്ക് സംഭാവന ചെയ്താൽ മതി. ഇപ്പം ആപ്പ് എവിടെയുണ്ട്? കണക്ക് ചോദിക്കുമ്പോൾ പറയും കോൺഗ്രസിന് പിരിച്ചു കിട്ടിയ പണമൊക്കെ ആപ്പിലുണ്ട്, സുതാര്യമാണ്, ആർക്കും പരിശോധിക്കാം. വെല്ലുവിളിക്കുന്നു, ആ ആപ്പ് ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ? ഇപ്പം ആപ്പ് നിലവിലുണ്ടോ? എന്തേ അത് പൊതുജനങ്ങൾക്ക് കാണാതെ പോകുന്നത്? DYFI എന്ന് പറയുന്ന ഒരു യുവജന സംഘടനയുണ്ട്. വയനാടിൻ്റെ മഹാദുരന്തത്തിൽ എല്ലാം മറന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആരെയും ഒറ്റപ്പെടുത്തുന്നില്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ DYFI അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? വയനാടിലെ എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരിൽ 25 പേർക്കുള്ള വീട് DYFI ഉണ്ടാക്കും. ആരുടെയും മുമ്പിൽ വന്ന് കൈനീട്ടിയോ? ആരുടെയും മുമ്പിൽ വന്ന് റെസീറ്റ് വെച്ചിട്ട് പണം പിരിച്ചോ? പാട്ടകുലുക്കി പണം ചോദിച്ചോ? ഇല്ല. അവരെന്താ ചെയ്തത്? കേരളത്തിൻ്റെ റോഡുകളിൽ, തോടുകളിൽ വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കിക്കൂട്ടി നമ്മുടെ വീടുകളിൽ വന്ന് പഴയ കടലാസും കന്നാസും എല്ലാം ശേഖരിച്ചു. അത് കഴിഞ്ഞ് ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കല്ല് പോലും ചുമലിൽ കയറ്റി പരിചയമില്ലാത്ത DYFIക്കാരൻ പോലും ചുമലിൽ ചെങ്കല്ല് കയറ്റി, കരിങ്കല്ല് കയറ്റി, തോളത്ത് മരം വെച്ച് ലോറി കയറ്റി ചായക്കച്ചവടം നടത്തി, അതുപോലെ തന്നെ മീൻ കച്ചവടം നടത്തി, ബിരിയാണി ചാലഞ്ച് നടത്തി, ധോത്തി ചാലഞ്ച് നടത്തി. അങ്ങനെ DYFIക്കാരുണ്ടാക്കിയ പണം എത്രയെന്നറിയോ മിസ്റ്റർ സിദ്ദീഖ് നിങ്ങൾക്ക്? 20 കോടി. 20 കോടി. ആ 20 കോടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ പറഞ്ഞു, സഖാവേ 20 ലക്ഷം വെച്ച് 100 വീടുണ്ടാക്കണം, 100 വീടുണ്ടാക്കണം. സിദ്ദീഖ് ഇങ്ങനെ ചാരി നിന്നിട്ട് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ വീടെന്ന് പറഞ്ഞില്ലേ? ആ 400 വീടുകളിൽ 100 വീടുണ്ടാക്കിയത് DYFI എന്ന യുവജന പ്രസ്ഥാനം. അറിയോ സിദ്ദീഖിന്? ഈ വയനാട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു MPയുടെ പ്രദേശം കൂടിയാണ്. ആരാണത്? പ്രിയങ്ക റോബർട്ട് വധേര. നേരത്തെ രാഹുൽ ഗാന്ധി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലം. അത് കഴിഞ്ഞ് പ്രിയങ്ക റോബർട്ട് വധേര, റോബർട്ട് വധേരയുടെ ഭാര്യ പ്രിയങ്ക. ആരാ റോബർട്ട് വധേര? 170 കോടി രൂപ BJPക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത മഹാൻ. ആ മഹാനോ മഹാന്റെ ഭാര്യയായ വയനാടിൻ്റെ MPയോ ഒറ്റ നയാ പൈസ ഈ വയനാട്ടിൽ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 100 വീടുകളിലേക്ക് സംഭാവന ചെയ്തോ? നിങ്ങൾ പറ, അതിനെ കണക്കൊന്ന് കാണിക്കുക. എന്നാൽ ഞങ്ങളുടെ MPമാരുണ്ട്. ജോൺ ബ്രിട്ടാസ് 1 കോടി രൂപയെ കൊടുത്തത്. രാഹുൽ ഗാന്ധി നേരത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയ P സുനിയർ, ഇപ്പം രാജ്യസഭ MP ആണ്, 1 കോടിയാണ് കൊടുത്തത്. ഞങ്ങളുടെ കേരളത്തിൽ നിന്നുള്ള സകല MPമാരും കൊടുത്തത് 25 ലക്ഷം വെച്ചിട്ടാണ്. ഞങ്ങളുടെ MLAമാർ, ഞങ്ങളുടെ മന്ത്രിമാർ ലക്ഷങ്ങളാണ് കൊടുത്തത്. കൃത്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അതിൻ്റെ കണക്കുണ്ട്. കേരളത്തിലെ സകല സഖാക്കളും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല, എല്ലാ മനുഷ്യരും സംഭാവന ചെയ്തതിന്. പക്ഷെ കോൺഗ്രസോ? നിങ്ങൾ പറഞ്ഞത് ഒറ്റ പൈസ കൊടുത്തു വരുത്, ഞങ്ങൾ കോൺഗ്രസ് മുഖേന പിരിവ് നടത്തും. ഇപ്പം എവിടെയുണ്ട് കോൺഗ്രസിൻ്റെ പിരിവ്? എവിടെയുണ്ട് അതിൻ്റെ കണക്ക് പറയുന്ന ആപ്പ്? നിങ്ങളെന്ന് പറ. യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലോ DYFI 25 വീടാണ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ 30 വീടുണ്ടാക്കും. ഈ നാട്ടിൽ നിന്ന് പിരിവെടുത്തല്ലോ. നല്ല അധ്വാനിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയല്ലോ. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ 2 പൊറാട്ടയും 1 കോഴിക്കറിയും വെച്ചിട്ട് അവിടെ പൊറാട്ട ചാലഞ്ച് ഉണ്ടാക്കി. ആ പൊറാട്ട ചാലഞ്ചിൽ പങ്കെടുത്ത 4001 പേർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവർ പിന്നീട് വാട്സപ്പിൽ പോസ്റ്റ് ഇട്ടു. 4001 കുടിക്കണം 60 എന്ന് പറഞ്ഞാൽ എത്രയാ? 2,40,060. കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ യൂത്ത് കോൺഗ്രസ്സുകാർ കണക്ക് പ്രസിദ്ധീകരിച്ചു. 2.5 ലക്ഷവും 3 ലക്ഷവും വെച്ച് കേരളത്തിൽ 140 മണ്ഡലമുണ്ട്. 2 ലക്ഷം വെച്ച് കൂട്ടിയാൽ 2,80,00,000. എന്നിട്ട് എവിടെയുണ്ട് ആ പണം? എന്നിട്ട് ഇപ്പം പറയാൻ 1 കോടി യൂത്ത് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട്, അത് ഉടനെ കൈമാറും. ബാക്കി എവിടെ പോയി? ഇത് പിരിപ്പിച്ച മഹാന്റെ പണി എന്തായിരുന്നു? കൺമുമ്പിൽ കാണുന്ന സകല സ്ത്രീരൂപങ്ങളെയും ഭോഗവസ്തുവായി കണ്ട് 5 നക്ഷത്ര ഹോട്ടലുകളിലേക്ക് വിളിച്ച ചരിത്രമുണ്ട്. പണം എവിടെ പോയി എന്നുള്ളത് അവിടെ തപ്പിയാ കിട്ടും.
ഇപ്പോൾ പിന്നെ 7 സ്റ്റാർ ഹോട്ടലിൽ ഇതേ വയനാട്ടിൽ യാതൊരു മാനവും നാണക്കേടില്ലാതെ കോൺഗ്രസ് വലിയ ക്യാമ്പ് നടത്തി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് KC വേണുഗോപാലിനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ വയനാട്ടിലെ വീടിന്റെ കാര്യത്തിലേക്ക് എന്ത് ചെയ്യും? ഇപ്പം എന്താ പറഞ്ഞു? ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഞങ്ങൾക്കിപ്പോൾ ഭരണമല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ പൈസ ഉണ്ടാക്കുമായിരുന്നു. പൈസ ഉണ്ടാക്കാൻ, പാർട്ടിക്ക് പൈസ ഉണ്ടാക്കാനാണ് ഭരണം എന്ന് പറയാതെ പറഞ്ഞു. എൻ്റെ വിഷയതല്ല, ഞങ്ങളുടെ കയ്യിൽ കേന്ദ്രമില്ല, കേരളമില്ല, അപ്പം മറ്റുള്ളവർ തേങ്ങ ചിരണ്ടുമ്പോൾ ഞങ്ങൾ ചിരട്ടയെങ്കിലും പിന്നെ ഉരക്കണ്ടേ എന്നല്ലേ ചോദിച്ചത്. 7 സ്റ്റാർ ഹോട്ടലിൽ ഇതേ വയനാട്ടിലെ മേപ്പാടിയിലെ ദുരന്തത്തിന്റെ കണ്ണീരൊഴുകുന്ന ആ കണ്ണീർ പുഴയുടെ തീരത്ത് 7 സ്റ്റാർ ഹോട്ടലിൽ പാർട്ടി സമ്മേളനം നടത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് വയനാട്ടിലെ ജനങ്ങളുടെ കളിയാക്കുന്ന രൂപത്തിൽ, അല്ലേ, അവരുടെ മാനാഭിമാനത്തെ പരിഹസിക്കുന്ന രൂപത്തിൽ പറയാണ് ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഈ വയനാടിന്റെ മണ്ണിൽ. എന്നിട്ട് ഇപ്പോൾ വലിയ വർത്താനം പറഞ്ഞ് സിദ്ദീഖ് ഈ വീടിന്റെ മുറ്റത്ത് കയറി ഇത് കമ്മ്യൂണിസ്റ്റുകാരുടേത് മാത്രമല്ല ഞങ്ങളുടേത് കൂടിയാണ്, നിങ്ങളടക്കം കൊടുത്തതിന്റെ പൈസ ഒന്ന് കാണിക്കും. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാം ഈ നാട്ടിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് ധരിച്ചിട്ടുണ്ടോ സിദ്ദീഖ് അടക്കമുള്ളവർ? ഈ കേരളത്തിലെ ജനത ഈ വഞ്ചകരെ തിരിച്ചറിയണം. സകല മനുഷ്യരും ഒരുമിച്ച് നിന്ന് ഗവൺമെന്റിന്റെ കൂടെ നിന്ന് അവർക്ക് ഇതുവരെയുള്ള വാടക കൊടുത്ത്, അവർക്കുള്ള ഭക്ഷണ സൗകര്യം കൊടുത്ത്, അവർക്ക് ദിവസം പെൻഷൻ കൊടുത്ത് ഇതുവരെ സംരക്ഷിച്ച ഗവൺമെന്റ് കൽപ്പറ്റ എന്ന മഹാനഗരത്തിന്റെ വെളിപ്പാടകലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് അതിന്റെ ഉദ്ഘാടന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞായിട്ട് വരികയാണ് സിദ്ദീഖും കൂട്ടരും. ഞങ്ങളും ഉണ്ട്, ഒറ്റ പൈസ കൊടുത്തു പോകരുത് പറഞ്ഞ് സ്വന്തമായി ആപ്പിൽ പണം പിരിപ്പിച്ച് അതിന്റെ കണക്ക് പുറത്ത് കാണിക്കും. എന്നിട്ട് മതി ഈ ബടായി. ഈ കേരളീയര് ഒട്ടന്മാരല്ല എന്ന് സിദ്ദീഖ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.